ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2025 ജനുവരി 1 മുതൽ ജനുവരി 5 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളാണ്. അപ്പോൾ ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. കാമ്യ കാർത്തികേയൻ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ താണ്ടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് കാമ്യ കാർത്തികേയനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ താണ്ടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. അടുത്ത കാര്യം, മുംബൈയിലെ നേവി ചിൽഡ്രൻസ് സ്കൂളിലെ 17 വയസ്സുകാരിയാണ് കാമ്യ കാർത്തികേയൻ. 2024 ഡിസംബർ 24 തൻ്റെ പിതാവ് കമാൻഡർ എസ് കാർത്തികേയനോടൊപ്പം അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെന്റ് മാസിഫ് കീഴടക്കിയതിനു ശേഷമാണ് അവർ ഈ ശ്രദ്ധേയമായ നായികക്കല്ല് നേടിയിട്ടുള്ളത്. ആലോചിച്ച് വെച്ചുള്ള അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് വിൻസെന്റ് മാസിഫ്. ഉയരം 4892 മീറ്ററാണ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് വിൻസെന്റ് മാസിഫ്. കാമ്യ കാർത്തികേയനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, 2021 യുവ നേട്ടക്കാർക്കായുള്ള ഇന്ത്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയായിട്ടുള്ള പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലശക്തി പുരസ്കാരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2021 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലശക്തി പുരസ്കാരം കാമ്യ കാർത്തികേയൻ ലഭിക്കുന്നത്. അടുത്ത കാര്യം, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനിൻ്റെ കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിൻ ചൈനയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അതിൻ്റെ പേര് CR450 എന്നാണ്. CR450 ആണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിന്. പുറത്തിറക്കിയ രാജ്യം ചൈനയാണ്. മണിക്കൂറിൽ 450 കിലോമീറ്റർ ആണ് ഈ ട്രെയിനിൻ്റെ വേഗത. മുമ്പത്തെ ഹൈസ്പീഡ് ട്രെയിനിൻ്റെ വേഗത 350 കിലോമീറ്റർ പെർ ഹവർ ആയിരുന്നു. ഇപ്പം അത് 450 കിലോമീറ്റർ പെർ ഹവർ ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത വസ്തുത ഒരു നിയമനാണ്. അതായത് IARA ഡയറക്ടർ മാറിയിട്ടുണ്ട്. വ്യക്തിയുടെ പേര് ചെറുകുമല്ലി ശ്രീനിവാസ റാവു. IARA ഡയറക്ടറായിട്ട് നിയമിച്ചിട്ടുള്ളത് ചെറുകുമല്ലി ശ്രീനിവാസ റാവുവിനെയാണ്. അടുത്തത് ഒരു സൈനിക അഭ്യാസമാണ്, മിലിറ്ററി എക്സസൈസ്. ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് സൂര്യകിരൺ. സൂര്യകിരൺ സൈനിക അഭ്യാസത്തിൻ്റെ 18ാമത് പതിപ്പാണ് നേപ്പാളിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസത്തിൻ്റെ 18ാം പതിപ്പ്, അതായത് സൂര്യകിരണിൻ്റെ 18ാം പതിപ്പ് നേപ്പാളിൽ ആരംഭിച്ചു. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, പ്രതിരോധ മന്ത്രാലയം 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. പരിഷ്കാരങ്ങളുടെ വർഷമായി 2025 കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത വസ്തുത, സിക്കിമിൻ്റെ ഗ്യാങ്ടോക്കിൽ വാർഷിക കഗ്യാത് നൃത്തോത്സവം ആഘോഷിക്കുന്നു. ആലോചിച്ച് വെച്ചുള്ള സിക്കിമിൻ്റെ തലസ്ഥാനമാണ് ഗ്യാങ്ടോക്ക്. അവിടെ നടക്കുന്ന വാർഷിക നൃത്തോത്സവത്തിൻ്റെ പേരാണ് കഗ്യാത് നൃത്തോത്സവം സിക്കിമിലാണ് നടക്കുന്നത് എന്ന കാര്യം ആലോചിച്ച് വെച്ചുകൊള്ളുക. നെക്സ്റ്റ് അടുത്തായിട്ട്, ഭാഷാ തടസ്സങ്ങൾ മറികടക്കാൻ സ്വാർ പ്ലാറ്റ്ഫോം എന്ന പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ഗുജറാത്ത് സർക്കാരാണ്. ഗുജറാത്ത് സർക്കാർ സ്വാർ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ഭാഷാ തടസ്സങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 2024 ദേശീയ കായിക അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 ദേശീയ കായിക അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2025 ജനുവരി 2 യുവജന കാര്യ കായിക മന്ത്രാലയം ദേശീയ കായിക അവാർഡുകൾ 2024 സ്വീകർത്താക്കളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡേറ്റ് 2025 ജനുവരി 2 പ്രഖ്യാപിക്കുന്നത്. ഇതിനകത്ത്
47 കായിക താരങ്ങൾക്കും പരിശീലകർക്കും സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും 6 വിഭാഗങ്ങളിലായി 2025 ജനുവരി 17 ഇന്ത്യൻ രാഷ്ട്രപതി സമ്മാനങ്ങൾ നൽകുക. നെക്സ്റ്റ് അടുത്തായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഖേൽരത്ന അവാർഡ്. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡുകൾ 4 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഓരോ താരങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഷൂട്ടിംഗ് താരം മനു ബേക്കർ. അടുത്തായിട്ട് ചെസ് ഇതിഹാസം ഗുകേഷ് ഡി അല്ലെങ്കിൽ ഡി ഗുകേഷ്. അടുത്തായിട്ട് ഹോക്കി താരം ഹർമൻപ്രീത് സിംഗ്. അടുത്തായിട്ട് പാരാ അത്ലറ്റിക് താരം പ്രവീൺ കുമാർ. 4 വ്യക്തികളുടെ പേരുകൾ മനു ബേക്കർ, ഡി ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. 4 വ്യക്തികളുടെയും കായിക ഇനം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചുള്ള ആ രീതിയിലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഖേൽരത്ന അവാർഡ് 4 പേർക്കാണ്: മനു ബേക്കർ, ഡി ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. അടുത്തത് ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് യുവജനകാര്യ കായിക മന്ത്രാലയമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ യുവജനകാര്യ കായിക മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൻസുഖ് എൽ മാണ്ഡവ്യ. അതുമായി ബന്ധപ്പെട്ടൊരു സഹമന്ത്രി കൂടെ ഉണ്ട്, രക്ഷാ നിഖിൽ ഗഡ്സെ ആണ് കേന്ദ്ര സഹമന്ത്രി. അതായത് യുവജനകാര്യ കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള സഹമന്ത്രിയാണ് രക്ഷാ നിഖിൽ ഗഡ്സെ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതയാണ് പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായിട്ടുള്ള ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ഡോക്ടർ KS മണിലാൽ എന്ന് പറയുമ്പോൾ ഡോക്ടർ കാട്ടുങ്ങൽ സുബ്രഹ്മണ്യൻ മണിലാൽ 86 വയസ്സിലാണ് തൃശ്ശൂരിൽ വെച്ചിട്ടാണ് അന്തരിക്കുന്നത്. പത്മശ്രീ പുരസ്കാര ജേതാവാണ്. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യൻ മണിലാൽ, അതാണ് KS മണിലാലിൻ്റെ പൂർണ്ണരൂപം. 2020 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നത്. 2020 അദ്ദേഹത്തിന് ശാസ്ത്രരംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് ഇന്ത്യയിലെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മശ്രീ നൽകി ആദരിക്കുന്നത്. അടുത്ത കാര്യം, ഹോർത്തൂസ് മലബാർ ഇക്കസ് എന്ന കയ്യെഴുത്തു പ്രതിയുടെ ഗവേഷണത്തിനും വിവർത്തനത്തിനും വ്യാഖ്യാനത്തിനുമായി അദ്ദേഹം ഏകദേശം 35 വർഷം സമർപ്പിച്ചിട്ടുണ്ട്. ഈ പുരാതന സസ്യശാസ്ത്ര നിധിയെ ആധുനിക ലോകത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ കൈയെഴുത്ത് പ്രതി എഴുതിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ KS മണിലാൽ. അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, അദ്ദേഹം 19 ഇനം പുതിയ സസ്യജാലങ്ങളെ ശാസ്ത്ര സമൂഹത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ 4 അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 19 പുതിയ സസ്യജാലങ്ങളെ ശാസ്ത്ര സമൂഹത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ 4 അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട്, ഇന്ത്യൻ ചെന്നായയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഗുജറാത്ത് അറ്റ്ലസ് സമാരംഭിക്കുന്നു. അതായത് 2024 ഡിസംബറിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും ഇന്ത്യൻ ചെന്നായയെ സംരക്ഷിക്കുന്നതിനുമായി ഗുജറാത്ത് അറ്റ്ലസ് ഓഫ് ഇന്ത്യൻ വുൾഫ് ഹാബിറ്റാറ്റ്സ് ആരംഭിക്കുന്നുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലാണ് ഗുജറാത്തിലെ 13 ജില്ലകളിലും ചെന്നായകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥകൾ കണ്ടെത്തുന്നതിലാണ് ഈ സംരംഭം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓർത്തു വെച്ചുള്ള ഗുജറാത്താണ് അറ്റ്ലസ് ഓഫ് ഇന്ത്യൻ വുൾഫ് ഹാബിറ്റാറ്റ്സ് ആരംഭിക്കുന്നത്. ഇന്ത്യൻ ചെന്നായയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന രീതിയിൽ അറ്റ്ലസ് സമാരംഭിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് സർക്കാരാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് സന്തോഷ് ട്രോഫി കിരീടമായിട്ട് ബന്ധപ്പെട്ടതാണ്. 78ാമത് സന്തോഷ് ട്രോഫി കിരീടമാണ് നടന്നിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിനാണ്. ഫൈനൽ മത്സരം നടന്നത് തെലങ്കാനയിലെ ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിലാണ്. ഫൈനലിൽ പശ്ചിമ ബംഗാളും കേരളവും മാറ്റിവെച്ചപ്പോൾ 78ാമത് സന്തോഷ് ട്രോഫി കിരീടം പശ്ചിമ ബംഗാൾ സ്വന്തമാക്കി. 2023 കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ഫൈനലിൽ കർണാടകയെ പരാജയപ്പെടുത്തി ചാമ്പ്യൻഷിപ്പ് നേടിയത് മേഘാലയാണ്. 2023
സന്തോഷ് ട്രോഫി മേഘാലയയുടെ കയ്യിലാണ്. 2024 78ാമത് സന്തോഷ് ട്രോഫിയാണ് പശ്ചിമ ബംഗാളിലാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്